അതിദരിദ്രർക്കുള്ള ഭക്ഷ്യക്കൂപ്പൺ തിരിമറി നടത്തിയെന്ന പരാതിയിൽ ചേർത്തല നഗരസഭയിലെ കോൺഗ്രസ് കൌൺസിലർക്കെതിരെ പോലീസ് കേസെടുക്കും. കൌൺസിലർക്കെതിരെ സമര പരമ്പരകൾ ഉണ്ടാകുമെന്ന് ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചു. തദ്ദേശ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഗൂഢാലോചനയാണ് പരാതിയെന്നാണ് കോൺഗ്രസിന്റെ മറുപടി. അതിദരിദ്രർക്കുള്ള ഭക്ഷ്യക്കൂപ്പൺ ഗുണഭോക്താവിന്റെ അനുമതിയില്ലാതെ മറ്റൊരാൾക്ക് മറിച്ചു നൽകിയെന്നാണ് പരാതി. ചേർത്തല നഗരസഭ 25-ാം വാർഡ് കോൺഗ്രസ് കൌൺസിലർ MA സാജുവാണ് ആരോപണ വിധേയൻ. അതേ വാർഡിലെ സ്ഥിരം താമസക്കാരൻ ആനന്ദകുമാർ നൽകിയ പരാതിയിൽ കേസെടുക്കാമെന്ന് പോലീസിന് നിയമോപദേശം ലഭിച്ചു. ഞാൻ എൻ്റെ വാർദ്ധക്യ പെൻഷൻ്റെ സമയം കഴിഞ്ഞിട്ട് 3-4 മാസം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ പേപ്പർ കൗൺസിലറാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് കൗൺസിലിൻ്റെ പുറകെ നടന്ന് വിഷമിച്ചിട്ടാണ് ഞാൻ നേരിട്ട് അക്ഷയയിൽ പോയി. അവിടുന്ന് ഈ പേപ്പറൊക്കെ കൊണ്ട് മുനിസിപ്പാലിറ്റി ചെന്നപ്പോഴാണ് എനിക്ക് അർഹതപ്പെട്ട് കിട്ടേണ്ടതൊക്കെ കിട്ടണല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കിട്ടിയ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ കിറ്റ് കിട്ടണില്ലെന്ന് ചോദിച്ചപ്പോൾ ഇല്ലയെന്നും പറഞ്ഞു. എനിക്ക് അതിനെപ്പറ്റി അറിയാമെന്നും പറഞ്ഞു. എന്നോട് ചോദിച്ച അനുവാദം മേടിച്ചിട്ടാണ് പുള്ളി വേറെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് വേറെ കൊടുക്കണമെന്ന് പുള്ളി പറയണത്. എനിക്കറിയില്ല. ആനന്ദകുമാറിന്റെ അനുമതിയോടെയാണ് ഭക്ഷ്യക്കൂപ്പൺ വാർഡിലെ മറ്റൊരു കുടുംബത്തിന് നൽകിയതെന്ന് കൗൺസിലർ. 2023 കാലഘട്ടങ്ങളിൽ ഒരു തിരുവോണത്തിന് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുകയും അദ്ദേഹത്തിന് ഞാൻ ഒരു മുണ്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് അന്ന് ചോദിച്ചതാണ്, ചേട്ടൻ്റെ ഭക്ഷണ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഒരു കിറ്റോ കാര്യങ്ങളോ തന്നു കഴിഞ്ഞാൽ ചേട്ടൻ അതെങ്ങനെയാണ് സ്വീകാര്യമാകുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് ഞാൻ ഇപ്പോഴും കൃത്യമായി എടുത്തു പറയുന്നു, അനിയ ഇതിവിടെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല, ഇവിടെ പാചകം ചെയ്യാനോ മറ്റു കാര്യങ്ങൾക്കുള്ള സാഹചര്യമില്ല, ഗ്യാസോ സ്റ്റവോ ഒന്നുമില്ല എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ ഭക്ഷ്യക്കൂപ്പൺ അഴിമതി ആയുധമാക്കാനാണ് LDF തീരുമാനം. ആദ്യഘട്ടത്തിൽ DYFI സമരങ്ങൾ സംഘടിപ്പിക്കും. CPM BJP ഗൂഢാലോചനയുടെ ഭാഗമാണ് പരാതിയെന്നാണ് കോൺഗ്രസിന്റെ വാദം. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.